വസീഫ്, ഇപ്പോൾ നിങ്ങൾ ബി.ജെ.പിയും CPM-ഉം പരസ്പരം ഏറ്റുമുട്ടാത്ത ഇരു കൂട്ടരുടെയും പ്രചാരണ വിഷയങ്ങൾ ഒന്നാകുന്ന തെരഞ്ഞെടുപ്പാണ് പാലക്കാട് കണ്ടത്. അതിന്റെ ഫലം എന്തായെന്ന് നോക്കൂ. ഇപ്പോൾ പാലക്കാട് LDF-നാകെ കൂടിയത് 860 വോട്ടാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വച്ചിരിക്കുന്ന രാഷ്ട്രീയം? ഇങ്ങനെയാണോ ഇനിയും മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? ഏതായാലും സ്മൃതിയുടെ ഒരു വലിയ വിനയം, ഒരു സഹിഷ്ണുത ഞാനിപ്പോൾ കണ്ടു. എത്ര മനോഹരമായിട്ടാ ചാമക്കാലയുടെ മുമ്പിൽ അങ്ങനെ വിനയാന്വിതയായി സ്മൃതി നിൽക്കുന്നത്. എന്താണ് അതിൻ്റെ കാര്യം എന്നെനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് പറയുന്നത് എന്താ, BJPയും ഞങ്ങളുമൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചു എന്ന്. നാണമുണ്ടോ പറയാൻ? ഈ മുനിസിപ്പാലിറ്റിയുടെ വികസന മുരടിപ്പിനെതിരെ ഒരിക്കലെങ്കിലും സംസാരിക്കാൻ കോൺഗ്രസ് ഉണ്ടായിരുന്നോ? ഇവിടുത്തെ കോൺഗ്രസിൻ്റെ MLA ഉണ്ടായിരുന്നോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഈ പറയുന്ന MLA ആയിരുന്ന ഷാഫി പറമ്പിൽ ലോകത്തെല്ലാ കാര്യങ്ങളെക്കുറിച്ചും പ്രതികരിക്കുകയും പോസ്റ്റ് ഇടുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന ആള് ഈ മുനിസിപ്പാലിറ്റിക്കെതിരെ സംസാരിക്കുകയോ സമരം ചെയ്യുകയോ അവർക്കെതിരെ ശക്തമായ പോരാട്ടത്തിന് ഇറങ്ങുകയോ ചെയ്തത് നിങ്ങൾ കണ്ടിരുന്നോ? BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിക്കെതിരെ ഇല്ല. വികസന മുരടിപ്പായിരുന്നു ഈ മണ്ഡലത്തിലെ മുനിസിപ്പാലിറ്റിയിലും മണ്ഡലത്തിലും ആകെ ഉണ്ടായിരുന്നത്. എന്നിട്ട് പരസ്പരം ഒരു ഡീലിന്റെ പുറത്ത് അങ്ങ് അനുവദിച്ചു കൊടുക്കുന്ന രീതിയാ. അല്ല, ഒരിക്കലും നിങ്ങള് ജ്യോതികുമാർ ചാമക്കാല പറയുമ്പോ ഒന്നും മിണ്ടിയിട്ടില്ല. അങ്ങ് വിനയാന്വിതയായി നിൽക്കുക. ഞങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളാണോ നിങ്ങളെ പ്രകോപ് അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളെ പ്രൊവോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആവും. കോൺഗ്രസ് സംസാരിക്കുമ്പോഴാണ് നിങ്ങൾ ഇത്ര വളരെ വിനയാന്വിതയായിരിക്കുക. ഞാൻ പറയുമ്പോൾ ഏത് കാലത്താണ് നിങ്ങൾ ഇങ്ങനെ സശ്രദ്ധം കേട്ടിരിക്കില്ല. അതിനുള്ള സഹിഷ്ണുത നിങ്ങൾക്കില്ല. ഞങ്ങൾക്ക് അതൊരു പ്രശ്നമില്ല. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഞങ്ങളാണോ ഈ തെരഞ്ഞെടുപ്പിൽ വിവാദങ്ങൾ ഉണ്ടാക്കിയത്? ഇവിടെ DCC AICCക്ക് കത്തയച്ചു. ഒക്ടോബർ മാസം 15-ാം തീയതി AICCയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന അന്ന് തന്നെയാണ് ആ കത്തും വന്നത്. നിങ്ങൾക്കും ഞങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. CPM ആണോ ഈ കത്തിന്റെ ഉത്തരവാദി? അല്ലല്ലോ. CPM ആണോ? ഇവിടെ 10 പേരോളം എവിടെ നിന്ന് പോന്നു? കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞു പോന്നു. കോൺഗ്രസിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ സംസാരിച്ചു. ഈ കോൺഗ്രസിന്റെ ഉപജാപക സംഘത്തിന്റെ നേതൃത്വത്തിനെതിരെ ശക്തമായ രീതിയിൽ സംസാരിച്ചു. നിങ്ങളുടെ ചാനൽ എത്രത്തോളം അത് കൊടുത്തു എന്നുള്ളത് മറ്റു കാര്യം. നിങ്ങളുടെ ചാനലിൽ ഒരു റിപ്പോർട്ടറെ കുറിച്ച് മാത്രമേ ഇവർക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ. എന്നിട്ട് തന്നെ നിങ്ങളുടെ ചാനലിലെ നേതാക്കന്മാർ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിന്റെ മുതലാളിമാരെയും അതിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളെയും ഒക്കെ വിളിച്ച് വലിയ ഭാഷയിൽ വലിയ രീതിയിൽ വെല്ലുവിളിച്ച് അദ്ദേഹത്തെ മാറ്റിക്കാനും മറ്റൊക്കെയുള്ള ഇടപെടൽ നടത്തിയതൊക്കെ നാട്ടിൽ പാട്ടാണ്. അതിന്റെ പേരിൽ കൂടുതൽ എയർ ടൈം നിങ്ങൾ UDF സ്ഥാനാർത്ഥിക്ക് കൊടുത്തതും നാട്ടിൽ പാട്ടാണ്. നമ്മളിതൊക്കെ കേട്ടതല്ലേ. പലപ്പോഴും നിങ്ങൾ അങ്ങോട്ട് വിളിച്ച് ഞങ്ങൾക്ക് തന്നെ പറയേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾ പോകുന്നത് തെറ്റായ രീതിയിലാണ്. എത്ര സമയ നിങ്ങൾ എതിർ സ്ഥാനാർത്ഥിക്ക് UDF സ്ഥാനാർത്ഥിക്ക് കൊടുത്തത്? നിങ്ങളുടെ ഓരോ ദിവസത്തെ ഇപ്പോൾ ജ്യോതികുമാർ ആളുകൾ കേൾക്കുന്ന സമയത്തൊക്കെ പറഞ്ഞു അവർക്കാകെ ഉണ്ടായ പ്രശ്നം SDPIയുടെ പ്രകടനത്തെ കുറിച്ചാണ്. ഇവിടെ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മുതൽ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരൊന്ന് കേട്ടു നോക്കട്ടെ. നിങ്ങളുടെ എഡിറ്റേഴ്സ് അവറിൽ, നിങ്ങളുടെ ന്യൂസ് ടൈമിൽ എല്ലാം നിങ്ങളുടെ എയർ ടൈമിൽ ഏറ്റവും കൂടുതലുള്ളതാരാ? UDF സ്ഥാനാർത്ഥിയാ. എന്നിട്ട് UDF സ്ഥാനാർത്ഥിയെ ഞങ്ങളാരോ എന്തോ ചെയ്യുന്നു എന്നുള്ളതാ. ഞങ്ങളായിരുന്നില്ല, ഇവരുടെ കോർ ടീമിൽപ്പെട്ടവരാണ് ഞങ്ങൾക്കും നിങ്ങൾക്കും ഒക്കെ വിവരം തന്നുകൊണ്ടിരുന്നത്. അതിനനുസരിച്ച് ഉണ്ടായി വരുന്ന സാഹചര്യങ്ങളിൽ ഞങ്ങൾ പ്രതികരിക്കും. അത് പ്രതികരിക്കാൻ പറ്റില്ലേ? ഞങ്ങൾ പ്രതികരിക്കും. അങ്ങനെ പ്രതികരിച്ചതാണ് നിങ്ങൾ വിവാദങ്ങളാണ് എന്ന് പറയുന്നത്. ഈ സന്ദീപ് വാര്യരെ കൂട്ടിയത് തെരഞ്ഞെടുപ്പിനോട് അടുത്ത ദിവസങ്ങളിലാണ്. സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെയും ചൂണ്ടിക്കാണിച്ചതാ. 4 or 5 ലഘുലേഖകൾ പള്ളികളിലാ വിതരണം ചെയ്യുന്നത്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് 18,840 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചതിനെ കുറിച്ചാണല്ലോ. അപ്പോൾ ജയിക്കുന്നതിന് മുൻപ് പറഞ്ഞ അതേ കാര്യങ്ങൾ ഇനി ആവർത്തിക്കുന്നതിൽ കാര്യമുണ്ടോന്നാണ് ചോദ്യം. അതൊക്കെ അല്ല, അതുകൊണ്ട് അതൊക്കെ തന്നെയാണ് പറയുന്നത്. അങ്ങനെ കൊടുത്ത കാര്യങ്ങൾ നിങ്ങളുടെ ഇൻട്രോയിൽ എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ ഇൻട്രോ ഇപ്പൊ കേട്ടാൽ എന്താ തോന്നുക? ഓ, വളരെ നല്ല ഇൻട്രോ അല്ലേ? ഞങ്ങൾക്ക് പരാതിയില്ല എന്നാ നിങ്ങൾ കരുതിയേ? നിങ്ങൾക്ക് പരാതി ഉണ്ടായിരിക്കാം വസീഫ്. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ വസീഫ്, നിങ്ങൾ എങ്ങനെ തോറ്റു എന്നതിലുള്ള വിശകലനം എങ്ങനെയാണ് നടത്തുന്നത് എന്നാണ് എനിക്ക് അറിയേണ്ടത് വസീഫ്.
അല്ല അത് അല്ല ഞങ്ങൾ എങ്ങനെയാ തോറ്റതെന്നും ചേലക്കരയിൽ അവരെങ്ങനെയാ തോറ്റത് എന്നുള്ളതൊക്കെ ജനങ്ങൾക്ക് അറിയാം. ഞങ്ങൾ അവിടെ ഏത് കാലത്താ ജയിച്ചത്? ജനം എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ജയിപ്പിച്ചത്? ജനം എങ്ങനെയാണ് ഈ 10,840 വോട്ട് നൽകി ജയിപ്പിച്ചത്? എന്തിനാ ആരോടാ ചോദിക്കേണ്ടത്? ഇതാ SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വർഗീയ ചുവയുള്ള പ്രചരണ പ്രവർത്തനങ്ങളിലാണ് ഇവർ വിജയിച്ചത്. അല്ലെങ്കിൽ ഒരു വാക്ക് കൊണ്ടെങ്കിലും ഇപ്പോ വിപ്ലവം പറയുന്നവർക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഞങ്ങൾക്ക് വേണ്ട, ഇത്ര വലിയ അഭിമാന ബോധമുള്ളവരാണെങ്കിൽ, SDP-യെ പറയുമ്പോൾ പൊള്ളുന്നവരാണെങ്കിൽ, അഭിമാന ബോധത്താൽ പുളകിതരാകുന്നവരാണെങ്കിൽ, റിപ്പോർട്ടർ ചാനലിൽ ഏതെങ്കിലും ഒരു റിപ്പോർട്ടർക്ക് പറയുന്നവരാണെങ്കിൽ ഞങ്ങൾക്ക് RSSനോടും സ്മൃതിക്ക് ചാനൽ റൂമിലുള്ള പരിചയം ഉണ്ടാവുള്ളൂ. ഈ RSSനോടും SDP-യോടും തെരുവിൽ ഏറ്റുമുട്ടുന്നവരാ ഞങ്ങള്, ജീവൻ കൊടുത്തവരാ ഞങ്ങള്. നിങ്ങൾക്ക് AC റൂമിലിരുന്ന് ഞങ്ങൾ വിമർശിക്കാം. പറയാൻ അനുവദിക്കുന്നില്ലെങ്കിൽ സ്മൃതി എന്നെ പറയാൻ അനുവദിക്കുന്നില്ലെങ്കിൽ ഞാനും അങ്ങ് ഇറങ്ങി പോവാം. നിങ്ങളുടെ എണ്ണത്തുണിയോടുള്ള ഏറായിരുന്നല്ലോ ഇത്രയും നേരം. എന്നെ പറയാൻ അനുവദിക്കുന്നില്ലെങ്കിൽ ഞാനും അങ്ങ് ഇറങ്ങി പോകാം. നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞിരുന്നു RSSും CPM-ഉം തമ്മിൽ ഡീലാണ് എന്ന്. ഇവിടെ ഇപ്പൊ സംഘർഷങ്ങളില്ല എന്ന്, കണ്ണൂരിൽ ഇപ്പൊ കൊലപാതകങ്ങളില്ല എന്നൊക്കെ പറഞ്ഞു. അതും നിങ്ങൾ ഏറെ ചെയ്തിരുന്നു. പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടെ പൊതുയോഗം നടത്തുകയാണെങ്കിൽ, പത്രസമ്മേളനം നടത്തുകയാണെങ്കിൽ പോലും നിങ്ങൾ കാണിക്കുക പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന എന്തും വിളിച്ചു പറയുന്ന ആളുടെ പത്രസമ്മേളനം. അദ്ദേഹം പറഞ്ഞ വസ്തുതാപരമായ പിശകാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. അദ്ദേഹം എന്തൊക്കെയാ പറഞ്ഞത്? ഇവിടെ ഈ കഴിഞ്ഞ 10 വർഷക്കാലയളവിൽ കൊലപാതകങ്ങൾ നടന്നിട്ടില്ല എന്ന് പറയുന്നത്. 10ഓളം സഖാക്കളെയാണ് കണ്ണൂരിൽ മാത്രം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. RSSുകാരെ കൊലപ്പെടുത്തിയത്. അങ്ങനെ കൊലപ്പെടുത്തി ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ് RSS. എന്നിട്ട് RSSുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ട് എന്നോ? ഞങ്ങളുടെ ഹരിദാസൻ ഉൾപ്പെടെ, ഞങ്ങളെ കണ്ണിപ്പേൽ ബാബു ഉൾപ്പെടെ 2022-ലും 2018-ലും ഒക്കെ കൊല്ലപ്പെട്ടത് 2016 മുതൽ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു വിമർശനം ഉണ്ടായിരുന്നില്ല. BJP-യുമായി ബന്ധപ്പെട്ട ഒരു വിമർശനം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കേട്ടില്ല. നിങ്ങൾ രണ്ടു കൂട്ടരും SDP ആരോപണവുമായി രംഗത്ത് വന്നു. അതാണ് ഞാൻ ചോദിച്ചത്. BJP-ക്കും CPM-നും ഒരേ ആയുധങ്ങളായിരുന്നോ എന്ന്. UDPI ആയിട്ടാണ് ഇവർ മത്സരിച്ചത്. UDPI ആയിട്ടാണ് കേരളത്തിലെ പാലക്കാട് ആര് മത്സരിച്ചത്? UDF മത്സരിച്ചത്. നിങ്ങൾ 96 മുതൽ എത്ര കാലം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്? നിങ്ങൾക്ക് ഏത് കാലത്താണ് തൊട്ടുകൂടാത്തവരായത്? നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ വളരെ വ്യക്തമായി തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ പറഞ്ഞതല്ലേ. ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞൂടെ? ഞങ്ങൾക്ക് ഇവരെ പോലെ പറഞ്ഞൂടെ? ഞങ്ങൾ ഇവരെ പോലെ ഒന്ന് പറയേണ്ട ആവശ്യമില്ല. ഒന്ന് മാടി വിളിച്ചാൽ ഓടി വരും ഈ വർഗീയവാദികൾ. കാരണം എന്താ അറിയോ? അവർക്ക് അതൊരു അവസരമാകും ഈ കേരളത്തെ തകർക്കാൻ. ഞങ്ങൾ അവരെ വിളിക്കില്ല. ഞങ്ങൾക്ക് ആ വോട്ട് വേണ്ട. അത് ഞങ്ങളുടെ നിലപാടാ. എത്ര വർഷം പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാലും, എങ്ങനെയൊക്കെ തോൽക്കേണ്ടി വന്നാലും ഈ വർഗീയവാദികളുമായി ഒരു വിട്ടുവീഴ്ചക്കും ഞങ്ങൾ തയ്യാറല്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ ചാനലിൽ മുൻകാലങ്ങളിൽ നിങ്ങൾ സ്വീകരിച്ച പിന്തുണയെ കുറിച്ചാണ് ചോദ്യം. നിങ്ങൾ സ്വീകരിക്കുമ്പോൾ അത് വർഗീയമല്ല, അപ്പുറത്തുള്ളവർ സ്വീകരിക്കുമ്പോൾ വർഗീയമാകുന്നത് എങ്ങനെയാണ്? ഒരു മതസംഘടനയായി പ്രവർത്തിക്കുന്നവരാ. ജമാഅത്തെ ഇസ്ലാമി മുൻകാലങ്ങളിൽ ഒരു മതസംഘടനയായി പ്രവർത്തിക്കുന്നവരാ. അതിന് മുമ്പ് തെരഞ്ഞെടുപ്പിൽ തന്നെ വോട്ട് ചെയ്യാറുണ്ടായിരുന്നില്ല. അവരിടക്കാലത്ത് അവരുടെ ഓരോ അഭിപ്രായത്തിൽ അവർ ഓരോരുത്തരുടെയും മൂല്യം നോക്കി വോട്ട് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. പിന്നീടാണ് അവര് മതരാഷ്ട്രവാദത്തിലേക്ക് ഊന്നിക്കൊണ്ട് ഈ കേരളം ഉൾപ്പെടെ അവർക്ക് സ്വാധീനമുള്ളിടത്തെല്ലാം ഈ മതരാഷ്ട്രവാദത്തിന്റെ രാഷ്ട്രീയം നാട്ടിലേക്ക് കടത്തിവിടാൻ ശ്രമിക്കുന്ന രീതി ഉണ്ടായത്. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്ക്. അങ്ങനെയുള്ള സമയത്ത് ഞങ്ങൾ വളരെ കൃത്യമായി ഞങ്ങളുടെ നിലപാട് പറയാറുണ്ട്. ഞങ്ങൾക്ക് വേണ്ട വോട്ട് എന്ന്. അങ്ങനെ പറയാനുള്ള ആർജവം കാണിക്കണ്ടേ? ഇനിയും ഉണ്ടല്ലോ തെരഞ്ഞെടുപ്പ്. ഇവർ പറയട്ടെ ഞങ്ങൾക്ക് ഈ വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന്. ഇത്ര വലിയ പ്രയാസകരമായ രീതിയിൽ നിങ്ങളോടൊക്കെ കയർക്കുന്ന ഇവർക്കൊന്ന് പറയാൻ സാധിക്കണ്ടേ? ഇന്ന് നോക്കൂ, നിങ്ങൾ UDF-ന്റെ വിജയത്തിൽ ഞങ്ങൾ അവരെ അഭിനന്ദിക്കുന്നു, തർക്കമൊന്നുമില്ല. പക്ഷേ ആദ്യം പ്രകടനം നടത്തിയത് ആരാ?
എങ്ങനെ അതിനുള്ള ഒരു അവസരം ഉണ്ടാകുന്നത്? വസീഫ്, ഒന്നാമത്തെ കാര്യം ഇതൊരു നിരോധിത സംഘടനയല്ല വസീഫ്. വർഗീയ നിലപാടുള്ള ഒരു സംഘടനയാണ്. നിരോധിച്ചു കഴിഞ്ഞിട്ട് പോരെ ഇങ്ങനെ ഈ അയിത്തം പറച്ചിൽ. നിരോധിത സംഘടനയല്ലെന്നേ. നോക്കൂ, PFIയുടെ ശരി, PFIയുടെ ആണെങ്കിൽ കേന്ദ്രം നിരോധിക്കട്ടെ. ഇവിടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ്, വർഗീയ സംഘടനയാണ്. ഇവിടെ പ്രവർത്തിക്കുന്ന പല വർഗീയ സംഘടനകൾക്കൊപ്പം ചേർത്ത് വെക്കാവുന്ന ഒരു പേരാണ് SDPI. വസീഫ്, നിങ്ങളിപ്പോ പറഞ്ഞ് നിങ്ങൾ നഗരസഭയിൽ ഇത്ര വലിയ ലീഡ് നേടിയ നഗരസഭയിൽ BJP കേന്ദ്രങ്ങളിൽ നേടിയ നേട്ടത്തെയും SDPIയുടെ പിന്തുണയോടെ എന്നാണ് വിലയിരുത്തുന്നത്. ഒരേ സമയത്ത് BJPക്കും RSSനുമെതിരെയും SDPIക്കെതിരെയും ഞങ്ങൾ സമരം ചെയ്യാറുണ്ട്. ഞങ്ങൾ ഈ രണ്ട് വിഭാഗത്തിനെതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കും. ഞങ്ങൾ ഈ നഗരസഭക്കെതിരെ, ഞങ്ങൾ അവിടെ പ്രചരണ പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് ടൗൺ ഹാൾ പൂർത്തീകരിക്കാത്ത നഗരസഭക്കെതിരെ, അവിടെ ഗ്രൗണ്ട് പൂർത്തീകരിക്കാത്ത നഗരസഭയും MLAക്കുമെതിരെ ഒക്കെ ഞങ്ങൾ ഈ വികസന പ്രശ്നങ്ങൾ ഉയർത്തിയും രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർത്തിയും ഞങ്ങൾ പാലക്കാട് സമരം നടത്തിയിട്ടുണ്ട്. സ്മൃതിക്ക് ഓർമ്മയുണ്ടാകും, പാലക്കാട്ട് നഗരസഭയുടെ മുകളിൽ BJP ജയിച്ചപ്പോ അവരുടെ പതാക, RSSന്റെ പതാക അവിടെ മുനിസിപ്പാലിറ്റിയുടെ മുകളിൽ വലിച്ചു കെട്ടിയപ്പോ അത് വലിച്ചു താഴെയിട്ട് ഇന്ത്യൻ പതാക ഉയർത്തിയത് ഞങ്ങളാണ്, DYFI. നിങ്ങളുടെ നിലപാടിനെ കുറിച്ചാണ് എന്റെ ചോദ്യം. മുൻകാലങ്ങളിലെ പ്രവൃത്തിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ടാകും. അങ്ങനെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന മാറ്റത്തെ കുറിച്ചാണല്ലോ വസീഫ് എന്റെ ചോദ്യം. CPIMന് വന്നിരിക്കുന്ന മാറ്റത്തെ കുറിച്ചാണല്ലോ എന്റെ ചോദ്യം, അല്ലേ? നിങ്ങളുടെ ഒരു റിപ്പോർട്ടർ എത്ര ഒരു വാർത്ത അങ്ങ് റിപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു അഭിപ്രായം പറഞ്ഞു, അതിന്റെ പേരിൽ നിങ്ങളിപ്പോ കിടന്നങ്ങ് വിയർത്തത് നമ്മൾ കണ്ടതല്ലോ. ഇനി അത് നിങ്ങളുടെ വസീഫ് എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, എനിക്ക് എന്നെ ചർച്ച കൊണ്ടുപോകണം. ഇല്ല ഇങ്ങനെയൊന്നും പറയണ്ട. താങ്കൾക്ക് ഇതിൽ മറുപടി ഉണ്ടെങ്കിൽ പറയാം, ഞാൻ അല്ലെങ്കിൽ BJP പ്രതിനിധിയിലേക്ക് കൊണ്ടുപോകണം. നിങ്ങൾക്ക് കോൺഗ്രസിനെ കാണുമ്പോ കവാത്ത് മറക്കുന്ന ഒരു പ്രശ്നം. ശരി, നന്നായി പരിഹാസം തീർന്നെങ്കിൽ അടുത്ത ആളിലേക്ക് പോവാം. മറുപടി പരിഹാസമല്ല കേട്ടോ, മറുപടി പറയാൻ പറ്റുമെങ്കിൽ മറുപടി പറയാം. പരിഹാസം മറുപടിയല്ല. CPMനെതിരെ ഉള്ളതും പാലക്കാട് 760 വോട്ട് കിട്ടിയത് നിങ്ങൾക്ക് സരിനെ കൊണ്ടുവന്നിട്ട് അതൊരു നേട്ടമായിട്ടുണ്ടോ എന്നായിരുന്നു എന്റെ ചോദ്യം. താങ്കൾക്ക് ആവശ്യത്തിന് പറഞ്ഞു കഴിഞ്ഞു, ആവശ്യത്തിന് അപഹസിച്ചു കഴിഞ്ഞു. ഞാൻ ഇനി BJP പ്രതിനിധിയിലേക്ക് പോകുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.